നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നു. നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. എല്ലാ തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു വെൽ പാക്ഡ് ഫുൾ എന്റർടൈനർ. അങ്ങനെ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി സംവിധായകൻ ഗിരീഷ് ഷെയ്ഡി അണിയിച്ചൊരുക്കുന്ന 2.5 മണിക്കൂർ നീളമുള്ള ഒരു അടിപൊളി കളർഫുൾ എന്റർടൈനർ. അതാണ് പ്രേമലു. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെയ്ഡി ഒരുക്കുന്ന ചിത്രം കണ്ടിറങ്ങിയപ്പോൾ ആദ്യം തോന്നിയത് ഗിരീഷിന്റെ ഇറങ്ങിയ 3 സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കും എന്നൊരു ഫീലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഗിരീഷ് ഷെയ്ഡി എന്ന സംവിധായകൻ പ്രേമലു എന്ന സിനിമയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ആദ്യ അവസാനം ഒരു മടുപ്പോ ഒരു ലാഗിങ്ങോ ഒരു ഓവർ തിങ്കിങ്ങിന് പോലും സമയം കൊടുക്കാതെ പ്രേക്ഷകരെ മൊത്തത്തിൽ എൻഗേജിംഗ് ആക്കി കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സിനിമ തന്നെയാണ് പ്രേമലു. നസ്ലിൻ, മമിത ബൈജു, ശ്യാം മോഹൻ, അൽതാഫ്, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻകാല കഥാപാത്രങ്ങളെക്കാൾ വലിയ വ്യത്യസ്തതകളൊന്നുമില്ലെങ്കിലും നസ്ലിന്റെ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻസും കൗണ്ടറുകളും ഒക്കെ നൽകി തന്റെ കഥാപാത്രത്തിനെ അദ്ദേഹം അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു രംഗത്തിലും മടുപ്പിക്കാതെ മമിത ബൈജുവും ശ്യാം മോഹനും കിടിലൻ കൗണ്ടറുകൾ നൽകി നർമ്മരംഗങ്ങളിലും തകർത്തഭിനയിച്ചുകൊണ്ട് നസ്ലിന്റെ സുഹൃത്ത് കഥാപാത്രത്തെ സംഗീത് പ്രതാപും അടിപൊളിയാക്കി ഒരുക്കിയിട്ടുണ്ട്. നീണ്ട താരനിര ഒന്നുമില്ലെങ്കിലും ഉള്ളവരെല്ലാം തന്നെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. വ്യത്യസ്തമാർന്ന ഒരു സിനിമയെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു ലവ് സ്റ്റോറി എന്നോ ഒന്നും പ്രേമലുവിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ കേട്ട ഒരുപാട് സീക്വൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഗിരീഷ് ഷെയ്ഡി ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ചില വൈറൽ രംഗങ്ങളും കേട്ടുമറന്ന ചില സിനിമാ രംഗങ്ങളും ഒക്കെ പുതിയ രീതിയിൽ പ്രേമലുവിൽ കാണാൻ സാധിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാവും. ഞാൻ തുണി പൊക്കി കാണിക്കാം. വൃത്തികേട് പറയുന്നു. ഈ കൈലേസ് പൊക്കി കാണിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ അവയൊന്നും തന്നെ വെറുപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ മടുപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ഗിരീഷ് ഷെയ്ഡി എന്ന സംവിധായകന്റെ സംവിധാനത്തിന്റെ മികവ്. മാത്യൂസ് തോമസിന്റെയും തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കറിന്റെയും ഓരോ കാമിയോ റോളുകളും ചിത്രത്തിലുണ്ട്. വെറുപ്പീരാവും എന്ന് തോന്നിച്ചെങ്കിലും മീനാക്ഷി രവീന്ദ്രൻ പതിവ് തെറ്റിച്ച് വെറുപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുണ്ടെങ്കിലും അതിൽ ഒരു നിമിഷം പോലും പ്രേക്ഷകരെ മടുപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകം. ഇനിയിപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും അജ്മൽ സാബുവിന്റെ ക്യാമറ വർക്കും മികച്ചു നിൽക്കുന്നു. വിഷ്ണു വിജയന്റെ സംഗീതം ഒരു എബോവ് ആവറേജ് ആയിട്ട് തന്നെയാണ് എക്സ്പീരിയൻസ് നൽകിയിരിക്കുന്നത്. BGM-ഉം വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1-2 നല്ല ഗാനങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഫഫ, പോത്തേട്ടൻ, ശ്യാം പുഷ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാവന സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അവർ കുറച്ച് കാശ് വാരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിന് വേണ്ടുന്നതെല്ലാം ഈ സിനിമയിലുണ്ട്. എല്ലാ ടെൻഷനും മറന്ന് കുറെ അധികം ചിരിച്ച് രസിച്ച് ഒരു നല്ല കോമഡി എന്റർടൈനർ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരെ ടിക്കറ്റ് എടുത്തോളൂ. പ്രേമലു തൊട്ടടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.